ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജാക്സ് വെറൈറ്റീസ്. ഞാൻ ബംഗ്ലാദേശിന്റെ ബോർഡർ ഉണ്ട് മേഘാലയയിൽ, അവിടേക്ക് പോവാൻ. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. മേഘാലയയിലെ ഉംഗോട്ട് പിന്നെ റിവറിന്റെ അടുത്തുനിന്ന് നമ്മൾ ഇപ്പൊ പുറപ്പെട്ടതാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ കൊണ്ട് ചെക്ക് പോയിന്റിന്റെ അവിടേക്ക് എത്തും. അപ്പൊ ഇതാണ് നമ്മളുടെ ബോർഡറിന്റെ ഏരിയ. അപ്പൊ ഇനി വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് ഇവിടെ നമ്മുടെ വെൽക്കം ടു ബംഗ്ലാദേശ് എന്നൊക്കെ പറഞ്ഞ ബോർഡറുള്ള ഒരു ഭാഗം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടേക്ക് പോവുകയാണ്. വണ്ടി ഇവിടെ ആദ്യം നിർത്തിയിട്ടിട്ട് അങ്ങോട്ട് പോകും. ഇവിടേക്ക് ആകെ ചളിവിളിയായി കിടക്കുകയാണ്. അപ്പൊ ഈ കാണുന്ന ഇതിലേ അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ കണ്ടമാനം വാഹനങ്ങൾ ഓടുന്നുണ്ട്, വലിയ വലിയ ട്രക്കുകളൊക്കെ പോകുന്നുണ്ടല്ലേ. ഇതിലേ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളുടെ വാഹനങ്ങൾ പോകുന്ന ഇത്. പിന്നെ യാത്രക്കാർ പോകുന്ന വേറെ വഴിക്കാണ്. ഇമിഗ്രേഷനും അവിടെ പാസ്പോർട്ടൊക്കെ കാണിച്ചു കൊടുക്കണം. ഇത് വണ്ടികൾക്ക് മാത്രം പോകാനുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. ഇതാണ് മേഘാലയയിലെ പിന്നെ നമ്മുടെ ബോർഡർ, ബംഗ്ലാദേശിലേക്കുള്ള ബോർഡർ. ഇത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ പോകും, ഇവിടുന്ന് അങ്ങോട്ടേക്ക് വാഹനങ്ങൾ പോകും. ബംഗ്ലാദേശിന്റെ ഈ ബോർഡറിന് തമാബിൽ ചെക്ക് പോസ്റ്റ് എന്നാ പറയാ. ആ കാണുന്നത് ബംഗ്ലാദേശാണ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലേ, ഈ പോയിന്റിന്റെ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇന്ത്യ, അവിടുന്ന് അങ്ങോട്ടേക്ക് ബംഗ്ലാദേശ്, അങ്ങനെയാണ്. ഇത് ബംഗ്ലാദേശിന്റെ ചെക്കിങ് പിന്നെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. അവരെ ഫ്ലാഗാണ് ഈ കാണുന്നത്, ഈ ഒരു ഭാഗം. ഇപ്പൊ ആ ഒരു 0 പോയിന്റിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ആ ഒരു തൂണ്, നേരത്തെ കാണിച്ച തൂണുണ്ടല്ലോ, അതാണ് 0 പോയിന്റ്. ഇത് ബോർഡർ. അങ്ങോട്ടേക്ക് വാഹനങ്ങൾ, ഇന്ത്യയിൽ നിന്ന് വണ്ടികൾ അങ്ങോട്ട് പോകും വരും ചെയ്യാണ്. ഇപ്പോൾ ഭയങ്കര ശബ്ദമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇന്ത്യന്റെ സ്ഥലത്തിന്റെ ബോർഡറിന്റെ പേര് ഡോക്കി, അവിടെ തമാമിൽ, ബംഗ്ലാദേശിൽ. ഈ വലിയ വണ്ടികൾ കണ്ടില്ലേ, ഈ വലിയ വണ്ടികൾ മേഘാലയയിൽ നിന്ന് കല്ലായിട്ട് ബംഗ്ലാദേശിലേക്ക് പോവാണ്. ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തേക്ക് പോകും. പിന്നെ അവിടുന്ന് അവരാണ് പെർമിഷൻ. അവിടെ സിമെൻറ്റ് ഫാക്ടറിയിലേക്ക് പോവാണ് ഈ കല്ലായിട്ട്. 500 വണ്ടിയാണ് ഒരു ദിവസം പെർമിഷൻ ഉള്ളത്. അത് ബംഗ്ലാദേശ്. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിൽ. ഈ ബോർഡിന്റെ അപ്പുറം ബംഗ്ലാദേശ്. ഞാനിപ്പോൾ ഇന്ത്യയിൽ, മേഘാലയയിൽ ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വാഹനങ്ങൾ പോകുന്ന ഭാഗമാണിത്. നമ്മൾ വിസക്കാർക്ക് പോകുന്ന ഭാഗം വേറൊരു ഭാഗത്താണ്, ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം. (2017) ഈ ഒരു ചെക്ക് പോയിന്റിന് ഇവിടെ തറക്കല്ലിട്ട് 2018 അതിന്റെ പണി കഴിയുകയും ചെയ്ത്. പിന്നെ മെയിനായിട്ട് ഇതിലെ ഉള്ളത് കൽക്കരി ഗതാഗതത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ പോയിന്റ് ആണ് 0 പോയിന്റ്. ഈ ഭാഗം ഇന്ത്യയും മറ്റേ ഭാഗം ബംഗ്ലാദേശും. അവിടെ ഒരു കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ വണ്ടികൾ നന്നായിട്ടുണ്ട്. വണ്ടികൾക്കൊക്കെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഇവിടെ. അതിന്റെ പിന്നെ വെൽക്കം ടു മേഘാലയ എന്നുള്ള ഒരു ബോർഡിന് 83 കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഷില്ലോങ്ങിലേക്കുള്ളത്. ഇവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ചെക്ക് പോസ്റ്റും പിന്നെ വെൽക്കം ടു ഇന്ത്യ എന്നിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് പോയിക്കുന്നത്, ഞാൻ കൽക്കട്ടയിൽ കൂടിയാണ് ബംഗ്ലാദേശിക്ക് പോയിരുന്നത് മുമ്പ്. കൽക്കട്ടയിൽ നിന്ന് നല്ല സുഖമാണ് പോയി വരാന്. ഇവിടെ ഭയങ്കര ഒച്ചവിളിയും തിരക്കാണ് ഈ വണ്ടി കൊണ്ട്. ഇപ്പൊ സമയം 12 മണിയായിരിക്കുന്നത് നമ്മുടെ മൊബൈലിൽ. പക്ഷെ 11:30 മണി ആയിട്ടുണ്ടാവും. കാരണം ബംഗ്ലാദേശ് ടൈമാണ് ഇവിടെ കൂടുതൽ കാണിക്കുന്നത്. ഇനി
ഇതിലെ അങ്ങനെ ഞങ്ങള് കുറച്ച് ദൂരം ഓടണം. 1-2 ടൂറിസ്റ്റ് പ്ലേസ് കൂടി കണ്ടിട്ട് നേരെ ഗോഹട്ടിയിലേക്ക് തന്നെ പോവും വേണം. ഷില്ലോങ് ടച്ച് ചെയ്യില്ല. ഷില്ലോങ് ടച്ച് ചെയ്യാതെയാണ് നമ്മൾ പോകുന്നത്. ഈ മേഘാലയയില് പിന്നെ ഒരു പള്ളികൾ പൊതുവെ കുറവാണ് മേഘാലയയില്. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു പള്ളി ഉണ്ട്. അപ്പൊ ആ പള്ളിയിലേക്ക് ഞാനൊന്ന് പോവാണ്. അവിടെ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടാ ജസ്റ്റ് ഒന്ന്. അപ്പൊ ഞാനൊന്ന് ഇറങ്ങിയതാണ്. ഈ ഒരു ഭാഗത്ത് ഉണ്ടല്ലേ, ആ കാണുന്ന പച്ച കളറുള്ളതാണ് ഒരു പള്ളി. ആകെ അവിടെ നിന്നിട്ട് ഒരു പള്ളി മാത്രമാണ് ഇപ്പൊ കണ്ടത്. അപ്പൊ നമ്മുടെ വണ്ടി നേരെ ഞങ്ങൾ അങ്ങനെ പോകും. ഈ പോകുന്ന വഴിയിൽ ഒരു 2 വെള്ളച്ചാട്ടം കൂടി കണ്ടിട്ട് പിന്നെ രാത്രി കംപ്ലീറ്റ് ഡ്രൈവ് ആയിരിക്കും നമ്മുടെ ആസാമിന്റെ തലസ്ഥാനമായ ഗോഹട്ടിയിലേക്ക്. അപ്പൊ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോവാം. ഇപ്പൊ നമ്മളെ ബോർഡർ, ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡർ ദൗക്കി. ഇനി പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാ. വഴിയിൽ നിന്ന് ലഞ്ച് കഴിക്കണം. അപ്പൊ ബംഗ്ലാദേശ് ബോർഡറിലെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ ഈ വണ്ടി ഉണ്ടല്ലേ, ഈ ലോറിക്കുള്ള ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ലോറിനെക്കാട്ടും കുറച്ചും കൂടി മുകൾ ഭാഗം ഹൈറ്റ് കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോറിയാണ് ഇവിടുത്തെ ലോറികൾ കംപ്ലീറ്റ് ഉള്ളത്. കാരണം കരിങ്കല്ല് കൊണ്ടുപോകുന്ന സമയത്ത് പുറത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി എന്നുള്ള കണ്ടില്ലേ, അതാ പോകുന്നു. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടുത്തെ ഇതുണ്ടാ വേറെ വണ്ടി വരുന്നത്. ഇതൊക്കെ ഇവിടുന്ന് ആ ബോർഡറിൽ കൂടി അങ്ങോട്ട് കരിങ്കല്ല് അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ ഭയങ്കര അച്ചുമണി തിരക്കിന്ന് ഇതുണ്ടല്ലേ ഒക്കെ സ്റ്റോക്ക് ചെയ്ത് ആ ഒരു ചെക്ക് പോയിന്റ് കുറച്ച് ഇപ്പുറത്തേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഇപ്പുറം കംപ്ലീറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചാണ്. ഇവിടുന്ന് ലോഡ് കയറ്റിയിട്ട് ബംഗ്ലാദേശിന്റെ അതിർത്തി കടന്ന് ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അതുവരെയുള്ള ഈ വണ്ടികൾക്ക് പ്രവേശനം. അവിടെ കൊണ്ടുപോയിട്ട് തട്ടിയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. ഇതൊക്കെ കല്ലുകളാണ്ടല്ലേ കംപ്ലീറ്റ്. ഇവിടെ കുറെ വണ്ടികളുണ്ട്. ഇവിടെ ഇങ്ങനെ പല ഏരിയയിൽ ഇതേപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ മുതലാളിമാരതാണോ സംശയമുണ്ട്. അവിടുത്തെ സിമെന്റ് ഫാക്ടറിക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇവിടെ ആകെ പൊടിപടലായിട്ട് നമ്മുടെ ഗ്ലാസ് ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ലോഡ് കയറ്റുന്നുണ്ടല്ലേ, കുറെ കണ്ടമാനം വണ്ടികളുണ്ട്. അതിന്റെ മുകളിലുള്ള ആ ചെരുവിന് ശേഷം പ്ലെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളാണ് എക്സ്ട്രാ പിന്നെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഉണ്ടല്ലേ, ഇത് ഒക്കെ റോഡിന്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ഇവരെ വണ്ടികളും പിന്നെ ഇടതു ഭാഗത്ത് ഒക്കെ ലോഡ് കയറ്റുന്ന വണ്ടികളുമാണ് ഉള്ളത്. ഈ നാട്ടുകാരുടെ ഒരു വരുമാനം പിന്നെ ബംഗ്ലാദേശിൽ കൂടുതലും വെള്ളമാണല്ലോ ഉള്ളത്. അവിടെ മലകളും ഇതൊക്കെ കുറവാണ്. ഞാൻ മുമ്പ് ബംഗ്ലാദേശിൽ പോയി. നിന്റെ ബംഗ്ലാദേശിന്റെ എപ്പിസോഡ് നിങ്ങൾ കണ്ടാലും മതി, അതിൽ കാണാം. കണ്ടമാനം വെള്ളങ്ങളെ കൊണ്ട് നമ്മളെ വീട്ടില് നമ്മള് കാറും ഒക്കെ ഉണ്ടാവില്ല, അതേപോലെ ബംഗ്ലാദേശുകാർക്ക് അവിടെ ഉള്ളത് എല്ലാവർക്കും തോണിയും ബോട്ടും ഉണ്ടാകുക. അവിടുത്തെ ഒരു പിന്നെ ബോട്ടിന്റെ ഒരു ബസ് സ്റ്റാൻഡ്, ബോട്ടിന്റെ സ്റ്റാൻഡ് ഞാൻ കണ്ടു. നല്ല അടിപൊളി സ്റ്റാൻഡായിരുന്നു, ബോട്ടിന്റെ സ്റ്റാൻഡ് തന്നെ സ്റ്റാൻഡ്. അപ്പൊ ബംഗ്ലാദേശിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ പോയി വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 3 മാസത്തേക്ക് നമുക്ക് വിസ കിട്ടും. അപ്പൊ ഇനി ഞങ്ങള് ഇവിടുത്തെ അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പൊ ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.